മത്സരം അതിന്റെ അവസാനത്തോടടുക്കുന്നു. ഫൈനൽ വിസിൽ മുഴങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഗ്രീസിനെ സമനിലയിൽ തളച്ചാൽ മാത്രമേ ഇംഗ്ലണ്ടിന് 2002 വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കളിയിലുടനീളം മൈതാനത്ത് നിറഞ്ഞു കളിച്ച ആ ടീമിനെതിരെ അവസാന നിമിഷങ്ങളിൽ ഗോൾ നേടുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഓൾഡ് ട്രഫോർഡിന്റെ ഗാലറികൾ ഇംഗ്ലണ്ടിന്റെ പരാജയം മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത്. ഒടുക്കം കളിയുടെ 93-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് ഒരു നിർണായകമായ ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. കിക്കെടുക്കാനായി ഇംഗ്ലണ്ട് നായകൻ ഡേവിഡ് ബക്കാം പന്തിനടുത്തേക്ക് പതിയെ നടന്നെടുത്തു. ഒരു നിമിഷത്തേക്ക് അയാളുടെ ഓർമ്മകൾ ഒരു 3 വർഷം പിറകിലോട്ട് സഞ്ചരിച്ചു കാണും. പ്രായത്തിന്റെ പക്വതയില്ലായ്മ ഉയർത്തി നൽകിയ ചുവപ്പ് കാർഡും ആ കാരണത്താൽ തന്റെ രാജ്യത്തിന്റെ വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ അവസാനിച്ചതും അതിന് പിന്നാലെ തനിക്കെതിരെ വന്ന കടുത്ത വിമർശനങ്ങളുമെല്ലാം ആ നിമിഷം അയാളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകണം. ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ദിനങ്ങൾ ഇനി ഒരിക്കൽ പോലും ഓർമ്മയിൽ വരാതിരിക്കാനായി ഈ ഫ്രീ കിക്ക് എന്ത് വില കൊടുത്തും ഗോളാക്കി മാറ്റിയേ മതിയാകൂ എന്ന ലക്ഷ്യത്തോടെ അയാൾ ആ ഫ്രീ കിക്ക് എടുക്കുന്നുണ്ട്. ഏതാണ്ട് 25 യാർഡ് അകലെ നിന്നും ബക്കാം തൊടുത്തുവിട്ട പന്ത് ഗോൾ കീപ്പർക്കൊന്നനങ്ങാൻ പോലും സമയം നൽകാതെ ഗ്രീസിന്റെ ഗോൾ വല തുറക്കുന്നു.